കുഞ്ഞലാംകുഴി അലി MLA ഓരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് വലിയ പദ്ധതിയാണ്. അതുകൂടാതെ ചാത്തോലിക്കുണ്ട് അണ്ടർപാസിന്റെ കാര്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടുകാരിൽ ചിലർ പറഞ്ഞു 5 വർഷം മഞ്ഞലാംകുഴി അലി MLA ഓരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസിന്റെ കഥ പറഞ്ഞ് ഞങ്ങൾ പൂർത്തീകരിക്കും. അതുപോലെ ഓരോടമ്പാലം വൈലോങ്ങര ബൈപ്പാസിന്റെ കഥ പറഞ്ഞ് പൂർത്തീകരിക്കും. ചാത്തോലിക്കുണ്ട് അണ്ടർപാസിന്റെ കഥയും പറഞ്ഞ് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ ആളുകളോട് പറഞ്ഞു, പിന്നെ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചാത്തോലിക്കുണ്ട് അണ്ടർപാസെങ്കിലും പൂർത്തീകരിച്ചാൽ ഒരു 40% ചെറിയ വാഹനങ്ങൾ അതിലേക്ക് കടന്നുപോയി അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് ഒന്ന് അഴിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. MLA തന്നെ ചോദിക്കാം, ഈ പറഞ്ഞ ആളുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, 5 വർഷം താങ്കൾ എങ്ങനെ ഈ ബൈപ്പാസിന്റെ കഥ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് നാട്ടുകാരോട് പറയാനുള്ളത്? ഈ കഴിഞ്ഞ 5 വർഷക്കാലം സത്യമാണ്, ഞങ്ങൾ വളരെയധികം താല്പര്യപൂർവ്വം ഇവിടെ മങ്കട MLA-യും പെരുന്തൽമണ്ണ MLA എല്ലാവരും ഇതിനെപ്പറ്റി വളരെ താല്പര്യപൂർവ്വം അന്നത്തെ മന്ത്രിമാരോടും അതുപോലെ തന്നെ ഗവൺമെന്റിനോടൊക്കെ സംസാരിച്ചതാണ്. പക്ഷെ അവരാരും ഒരു താല്പര്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് ചെലവ് വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ നീട്ടിപ്പോ സാമ്പത്തികമായിട്ട് നല്ലൊരു ഇതിലല്ല നമ്മുടെ സംസ്ഥാനം എന്നൊക്കെ അവർ പറയുന്നല്ലാതെ കാര്യമായിട്ട് ഒരു പ്രവർത്തനം നടത്തിയില്ല. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മങ്കട മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്ന അതാണ്. ഇത് വേണം, ഒരു സംശയവും വേണ്ട, അങ്ങാടിപ്പുറത്തുള്ള ബൈപ്പാസ് നിർബന്ധമായിട്ടും വേണം. 2 ബൈപ്പാസിനെ നമ്മൾ പറ്റി ആലോചിക്കേണ്ട. ഒന്ന് നമ്മൾ മാനത്തമംഗലം ബൈപ്പാസ്, അത് പഴയ കാലത്തുണ്ടായതാണ്. ഏകദേശം 650 കോടി രൂപയോളം വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ലാഭകരമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്ന് അന്ന് നോക്കിയിരുന്നു. ഇപ്പോൾ 2006 NH ഒരു സർവേ നടത്തിയ ആ സമയത്ത് ഇപ്പുറത്ത് കൂടി നമ്മുടെ കോളേജ് നമ്മുടെ ഗവൺമെന്റ് കോളേജിന്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിൽ പെരുന്തൽമണ്ണ ഈ അങ്ങാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു എസ്റ്റിമേറ്റ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നാറ്റ്പാക്കിന്റെ ഒരു സർവേ ഇപ്പോൾ അടുത്ത് നടത്തിയല്ലോ, ഈ 2 ദിവസം മുമ്പ് നടത്തി. അങ്ങാടിപ്പുറത്ത് കൂടി എങ്ങോട്ടാണ് വാഹനങ്ങൾ പോകുന്നത്, അങ്ങാടിപ്പുറത്തേക്ക് കൊണ്ട് വരുന്ന വാഹനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള സർവേയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതലും തൃശ്ശൂർ അല്ലെങ്കിൽ ഒറ്റപ്പാലം അല്ലെങ്കിൽ ചെർപ്പുളശ്ശേരി, പട്ടാമ്പി, ഷൊർണൂർ, പാലക്കാടൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്ത് കൂടിയാണ് പോകുന്നതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ടൗൺ ടച്ച് ചെയ്യാതെ ഒരു ഇതായിരിക്കും നന്നാവുക. അല്ലാതെ മണ്ണാർക്കാടും നിലമ്പൂരും മറ്റേ മേലാറ്റൂരും ഒക്കെ പോവുകയാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ അവിടെ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്കാണ് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ സർക്കാർ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പേ നമ്മൾക്ക് ഒരു സംശയവും വേണ്ട, അവിടെ നമ്മളെ ബൈപ്പാസ് ആരംഭിച്ചിരിക്കും, പൂർത്തീകരിച്ചിരിക്കും. ഓരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ്, ഓരോടമ്പാലം മാനത്തമംഗലവും അതുപോലെ തന്നെ ഓരോടമ്പാലത്ത് നിന്ന് നമ്മുടെ വൈലോങ്ങര, അതുപോലെ വൈലോങ്ങര ഇതിപ്പോ നമ്മൾ നാളെ ഈ ഒരാഴ്ച കൂടെ ആരംഭിക്കുന്നതാണ് പ്രതീക്ഷ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തൂതയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന പട്ടാമ്പി റോഡിന് കണക്ട് ചെയ്യുന്ന ഒരു ബൈപ്പാസ് വരും. ഒരു സംശയം കൂട്ടത്തില് ചാത്തോലിക്കുണ്ട് അണ്ടർപാസിന്റെ കാര്യത്തിലും കൂടി. അണ്ടർപാസ് അതിന്റെയൊക്കെ എത്രയോ മുമ്പ് വരും. അതിന് 3 കോടി രൂപ നമ്മൾ പാസ്സാക്കി എടുത്തതാ. ആ 3 കോടി രൂപ ഇന്ന് വരെ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഈ 3 വർക്കിനെ പറ്റി വളരെ വിശദീകരിച്ച് സംസാരിച്ചു. എല്ലാ ഇമാരോട്, NH-ന്റെ ഇമാർ, PWD റോഡ്സിന്റെ ഇമാർ, ബിൽഡിങ്സ്, അതുപോലെ തന്നെ നമ്മളുടെ പാലങ്ങൾ, ബ്രിഡ്ജസിന്റെ ഒക്കെ ഇമാരും അവിടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സും AXമാരും AEമാരും ഒക്കെ ഒരു മീറ്റിംഗ് ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചിരുന്നു. ഇത് കാര്യം തന്നെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സംശയം വേണ്ട, അണ്ടർപാസ് പെട്ടെന്ന് തന്നെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. അതിൻ്റെ സിയുടെ അടുത്താണ് ഇത് കിടക്കുന്നത്. ആ സംഖ്യ 3 കോടി രൂപ നമ്മൾ റെയിൽവേക്ക് കൊടുക്കുക ചെയ്യുക. അവരാണത് ഉണ്ടാക്കുക, അല്ല നമ്മൾ സംസ്ഥാന സർക്കാരല്ല. അപ്പോൾ ആ സംഖ്യ നമ്മൾ കൊടുക്കും, പെട്ടെന്ന് തന്നെ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ വർക്ക് ആരംഭിക്കും. ഒരു പരിധിവരെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ അതിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ വല്ല ജാമാകുന്ന സമയത്ത് ഇതിലേയും പോകാം. ഒരു അടുത്ത ഓണക്കാലം ആകുമ്പോഴേക്കും ആ ചാത്തോലിക്കുണ്ട് അണ്ടർപാസ് എങ്കിലും അല്ല, അത് ഞാൻ ഒരു വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇതാണല്ലോ, അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ ഞങ്ങൾ വർക്ക് അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ പബ്ലിസിറ്റി ഒന്നും ആരോടും പറയുന്നില്ല, കൊടുക്കുന്നില്ല. വെറുതെ ആൾക്കാർ പലതും അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലതും പറയണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പല അഭിപ്രായങ്ങളും പല കമന്റുകളൊക്കെ വരും. അതൊക്കെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കണം. വരട്ടെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു സാധനം പറഞ്ഞുതരാം. ഇപ്പൊ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്
മഞ്ഞളാംകുഴി MLA താല്പര്യമുള്ള ചില റിയൽ എസ്റ്റേറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെന്ന് അവർ പറഞ്ഞുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ വന്നു. അയ്യോ അത് വാസ്തവത്തില് എന്റെ ഇപ്പൊ ഈ വൈലോങ്ങര പോകുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ എന്റെ കുടുംബത്തിലെ പല ആൾക്കാർക്കും സ്ഥലമുണ്ട്. ഈ പ്രദേശം 1 ഇഞ്ച് പോലും ആർക്കും ഇല്ല. അപ്പോ അതൊക്കെ ആൾക്കാർ പലതും പറയും. അതൊക്കെ വെറുതെ, അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. എനിക്ക് രാഷ്ട്രീയം കൊണ്ട് എന്ത് നേടാനാ, ഞാൻ എന്ത് കോട്ട എനിക്ക് ഉണ്ടായി, സാമ്പത്തികമായി എത്രത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ളവരൊക്കെ. അപ്പൊ അതുകൊണ്ടൊന്നും ഒരിക്കലും എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല. അതൊക്കെ രാഷ്ട്രീയം. 3 പദ്ധതിയും ഈ 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും, ഒരു സംശയമല്ല. ഞങ്ങള് ബൈപ്പാസും അതുപോലെ തന്നെ ഈ അണ്ടർപാസും ഒരു സംശയവും വേണ്ട, ഞങ്ങള് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ മഞ്ഞളാംകുഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേരളത്തില് ഒരു സിനിമാ നിർമ്മാതാവ് എന്ന നിലക്കും രാഷ്ട്രീയക്കാരൻ എന്ന നിലക്കും എല്ലാ തരത്തിലും എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയം കൊണ്ട്, അത് ഞാൻ തന്നെ ഇങ്ങനെ എടുത്തു പറയുകയാണ്, രാഷ്ട്രീയം കൊണ്ട് 5 പൈസ പോലും ആവശ്യമില്ലാതെ അതുകൊണ്ട് ഉണ്ടാക്കാത്ത ഒരു മനുഷ്യനെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ വാക്ക് മാത്രമല്ല, അദ്ദേഹത്തിനോട് അടുത്തുള്ള അത് ഇടതുപക്ഷക്കാരായാലും വലതുപക്ഷക്കാരായാലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയം കൊണ്ട് പണം ഉണ്ടാക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇതുകൊണ്ട് ലാഭമില്ല. നാടിന് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു കൂട്ടുക. പിന്നീട് ഒരിക്കൽ ഈ വരും തലമുറയൊക്കെ ഓർത്തിരിക്കാൻ ഇതൊക്കെ ആരുടെ ശ്രമഫലം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മറുപടി പറയാനെങ്കിലും ഈ 5 വർഷം കൊണ്ട് ഇതൊക്കെ പൂർത്തീകരിച്ചിട്ട് മാത്രം, അതായത് UDFന്റെ കാലത്ത് പൂർത്തീകരിക്കുമെന്ന് ജനങ്ങൾക്ക് അദ്ദേഹം മഞ്ഞളാംകുഴി MLA ഉറപ്പ് നൽകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒരു ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രീതി നേടാനുള്ള ഒരു പ്രവൃത്തി. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതല്ലാതെ വേറൊരു കാര്യവും എനിക്ക് രാഷ്ട്രീയത്തിനില്ല. കുറേ ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ അത് ഇതേപോലെയുള്ള വർത്താനൊക്കെ പറയുമ്പോഴേ എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കമന്റ് രൂപത്തിലൊക്കെ കണ്ടു. അപ്പൊ ഞാനും കണ്ടു, എല്ലാവരും കണ്ടിട്ടുണ്ട്, പലരും ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ആ ഒരു കാര്യം കൂടി തമാശ രീതിയിലാണെങ്കിലും ചോദിച്ചത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അത് എല്ലാ പാർട്ടിക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. മഞ്ഞളാംകുഴി സംബന്ധിച്ച് രാഷ്ട്രീയം കൊണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ജനസേവനം, അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഒരു ഇബാദത്ത്, ഒരു ആരാധന, രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ സേവിക്കുക. ഏതായാലും 5 വർഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഈ 3 പദ്ധതികളും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷ ഉണ്ട്. അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ കൂടിയാണ്. ജബ്ബാർ വേണാട്ട്, 1 ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ആറ്റ്ലസ് പെരിന്തൽമണ്ണയിൽ ബ്രഹ്മാണ്ഡ ഓഫർ കൊടിയേറി. പെരിന്തൽമണ്ണയിൽ ചരിത്രം തിരുത്തി കുറിക്കാൻ വിപ്ലവകരമായ വിലക്കുറവുമായി ആറ്റ്ലസ് ഫാഷനിൽ കളമൊരുങ്ങുന്നു. 1000 സെറ്റ് സാരികൾ വെറും 1 രൂപയ്ക്ക്. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 5 വരെ ആദ്യം ഷോറൂമിലെത്തുന്ന 1000 പേർക്ക് വെറും 1 രൂപയ്ക്ക് സെറ്റ് സാരി. ഓരോ ദിവസവും 200 സെറ്റ് സാരി വീതം 5 ദിവസങ്ങളിലായി ഈ ഓഫർ ലഭ്യമാവും. 10 ലക്ഷം വസ്ത്രങ്ങൾ ഏതെടുത്താലും ബൈ 1 ഗെറ്റ് 2 ഓഫറിൽ ആറ്റ്ലസ് ഫാഷന്റെ 15000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന സെക്കൻഡ് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നു. 500-ൽ പരം ഉൽപ്പന്നങ്ങൾക്ക് ബ്രഹ്മാണ്ഡ വിലക്കുറവും 1-നൊന്ന് ഫ്രീയും. കോട്ട് സെറ്റ്, കുർത്തീസ്, പല്ലാസോ, നൈറ്റീസ്, സാരീസ്, ചുരിദാർ, ഷോർട്ട് ടോപ്പ്, ടീഷർട്ട്, ബാഗി പാൻസ് ഏതെടുത്താലും 1-നൊന്ന് ഫ്രീ. മെൻസ് ഷർട്ട്, കോട്ടൺ പാന്റ്, ഫോർമൽ പാൻസ്, ബാഗി പാൻസ്, ടീഷർട്ട് ഏതെടുത്താലും 1-നൊന്ന് ഫ്രീ. കിഡ്സ് ബാഗി പാന്റ്, ഷർട്ട് ആൻഡ് ടോപ്പ്, ഫ്രോക്സ്, കോട്ട് സെറ്റ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ഏതെടുത്താലും 1-നൊന്ന് ഫ്രീ. ധോത്തി ഒന്നെടുത്താൽ 2 ഫ്രീ. ബെഡ്ഷീറ്റ് ഒന്നെടുത്താൽ 2 ഫ്രീ. ലേഡീസ് ടീഷർട്ട് ഒന്നെടുത്താൽ 2 ഫ്രീ. കൂടാതെ വിപ്ലവകരമായ വിലക്കുറവിൽ ഒട്ടനവധി ഫാഷനബിൾ വസ്ത്രങ്ങളും ആറ്റ്ലസിൽ നിന്നും ഇപ്പോൾ സ്വന്തമാക്കാം. ആറ്റ്ലസ് ഫാഷൻ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ.